ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമവിജസുഖം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. വാത്മീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംബുടൈരഹരഹര സമ്യക് പിബത്യാദരാത് വാത്മീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധി ജരാ വിപത്തി മരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗത സമാസസന്ധിയോഗം സമമധുരോപനദാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. വാത്മീകീ ഗിരിസംഭൂത രാമസാഗരഗാമിനി പുനാതിഭുവനം പുണ്യാ രാമായണ മഹാനദീ.
ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദഃ പ്രാചേതസാദാസീത് സാക്ഷാദ് രാമായണാത്മനാ. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം. രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ആദിക്കലെന്റെ ഹൃദയത്തിൽ ഇരുട്ടുപോവാൻ ജ്യോതിസ്സു പോലെ ഹരിശ്രീ ഇവ രണ്ടു നാമം ബോധിച്ചു തന്ന ഗുരുവിന്നു തുണപ്പതിനായി പാദദ്വയത്തിൽ മലരിട്ടിതാ കുമ്പിടുന്നീ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. രാമായണ മാസം ഇന്ന് 9-ാം ദിവസം. 9-ാം ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. അയോധ്യ കാണ്ഡമാണ് നമ്മൾ വായിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ശ്രീരാമ സീത ലക്ഷ്മണന്മാർ വനത്തിൽ പ്രവേശിച്ച് വാൽമീകി ആശ്രമത്തിൽ എത്തുന്നതുവരെ, വാൽമീകിയുടെ ആശ്രമത്തിലെത്തി വാൽമീകിയുടെ നിർദ്ദേശപ്രകാരം അടുത്തു തന്നെയുള്ള ചിത്രകൂടം എന്നുള്ളതായിട്ടുള്ള സ്ഥാനത്ത് പർണശാല പണിത് താമസം ആരംഭിച്ചു. ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നത് പോലെ ആനന്ദമായിട്ടാണ്. പർണശാലയിലാണെങ്കിലും ശ്രീരാമസ്വാമി സ്വർഗം പോലെ തന്നെയാണ് അവിടെ കഴിച്ചുകൂട്ടിയത് എന്ന് പറഞ്ഞു. ഇനി അയോധ്യയിലേക്ക് കൂട്ടിയിട്ട് പോകണം നമ്മളെ കവി. അവിടെ ദശരഥന്റെ വിലാപവും ദശരഥന്റെ മരണവും ചരമവും, തുടർന്ന് ഭരതശത്രുഘ്നന്മാരെ കേകയ രാജ്യത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ദൂതനെ അയക്കുന്നതും അവർ തിരിച്ചു വരുന്നതും, പിന്നീട് ഭരതന്റെ വിലാപം എന്ന് പറയാം. ഭരതൻ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അമ്മയോട് ചോദിക്കുന്നതായിട്ടുള്ള സമയത്ത് അമ്മ തൻ്റെ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി
നടന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഭരതനൊട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. തൻ്റെ പേരും പറഞ്ഞ് തൻ്റെ പിതാവിനിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു, തൻ്റെ ജ്യേഷ്ഠനാകട്ടെ, തനിക്ക് പിതൃതുല്യനായിട്ടുള്ള ജ്യേഷ്ഠൻ വനത്തിലും, ആ ജ്യേഷ്ഠൻ്റെ പത്നിയും മറ്റൊരു സഹോദരനും. അപ്പം അതിലെല്ലാം കാരണക്കാരൻ തൻ്റെ പേരാണ്, തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന അമ്മ. അപ്പം അതുകൊണ്ട് അദ്ദേഹം വല്ലാതെ ആ ഒരു കുറ്റബോധം കൊണ്ടോ ഏതൊക്കെയോ വികാരങ്ങൾ കൊണ്ട് രോഷ ആകുലനായിക്കൊണ്ട് അമ്മയെ ശാസിക്കുന്നതും നിന്ദിക്കുന്നതുമായിട്ടുള്ള വാക്കുകളൊക്കെ കാണാം. അത് കഴിഞ്ഞ് കൗസല്യ അമ്മയെ ചെന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് നമുക്ക് രാമനെ തിരിച്ചു കൊണ്ടുവരാം അമ്മേ, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ദശരഥൻ്റെ സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു വസിഷ്ഠന്റെ നിയോഗം അനുസരിച്ച്. അതുവരയ്ക്കുള്ള ഭാഗങ്ങൾ നമുക്കിപ്പോൾ വായിക്കാൻ നോക്കാം. ദശരഥ ചരമം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം മന്ത്രിവരനാം സുമന്ത്രരും ഏറിയോരന്തശുചാ ചെന്നയോധ്യ പൊക്കീടിനാൻ. വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായി അതിപാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുട ലക്ഷ്മണൻ എന്തു പറഞ്ഞു. വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തുമറിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘൂത്തമൻ എന്നോടു ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ. ചൊല്ലണം എന്നുട താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം.
സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവ് അതിഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം. അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗതം സ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണികരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമവലംബ്യമന്ദം നിവൃത്തനായിടിനെ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരേവനന്തരം മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളം അൻപോടു മുക്കും വിധോ. കുംഭത്തിൽ നീരകം കുക്ക ശബ്ദം കേട്ടു കുംഭി തുംഭിക്കൈലംഭോഗതമിതി. ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചീടിനേ. ഹാഹാഹതോസ്മ്യഹം ഹാഹാഹതോസ്മ്യഹം ഹാഹേതി കെട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്ത ഹതോഹം വിധേ വൃഥാ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർ കുദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ. താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ. മാം അപരാധിനം രക്ഷിക്ക വേണമേ. ഞാൻ അറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേൻ അതിപാപിയായോരു ഞാൻ. പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണുകേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ.
കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും കൊണ്ടു നേത്രവും കാണാതെ പാർത്തിയ ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറന്നുകളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസജധ്വനി കേൾക്കായി. കാൽ പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം. പുത്രനല്ലൽ അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംഭസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേൻ, അതുമൂലം അവനും എന്നോടു ചൊല്ലിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേൻ. ഇനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയന്നവലംബനം. ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാൻ അതു കേട്ടവർ തമ്മെയെടുത്തതിദീനതയോടും മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ.
തത്ര ഞാനും ചിതകുട്ടിനീനം നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതപോധനന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യം അസത്യമായും വരാ. മന്നവൻ ഏവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഹാ ഗുണംബുധേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലയം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോടു മുഴറി സസംഭ്രമം അന്തഃപുരമകം പുക്കരുളി ചെയ്തു. തൈലമയ ദ്രോണി തന്നിലാക്കൂ ധരാബാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ. എന്നന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകം പൊക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കേൾക്കാ നൃപേന്ദ്ര. വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യക്കയക്കുന്നു. ദൂതവാക്യം കേട്ട നേരം ഭരതനും സന്താപമോടും അയോധ്യാപുരി പൊക്കു. സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോൽബാധവർജിതം ദൃഷ്ട്വാ വിഗജോ വിഹീനമകം പുക്കിതു. ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാനന്ദികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉത്ഥായ ഗാഠമാലിംഗ്യ മടിയിൽ വച്ചുത്തമാങ്കെ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലീമൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കണ്ടീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകെന്നതു കേട്ടു തൽപ്രിയം ആശു കൈകേയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ തൊൽപിതാവെന്നു കേട്ടോരു ഭരതനും. ക്ഷോണീതലെ ദുഃഖവിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ എത്രയും. ഭരതന്റെ വിലാപം.
താതാ ദുഃഖസമുദ്രേ നിമജ്യമാം ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടയോറിനി ദൈവമേ. പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉത്ഥാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിംബലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിടിനെ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകന്യ ഭരതനും ഖേദ പരവശചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്തു മാതാവേ. രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃ പുനർ ആതുരനായി വിലാപിച്ചു മരിച്ചിതു താതൻ. അതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാൻ, അതെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതുകാലമർത്ഥിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു. രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകീദേവി പാതിവ്രത്യമാലംബ്യ ഭർത്താസമം ഗമിച്ചിടിനാൾ. ആശു സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ. താതൻ അവരെ നിനച്ചു വിലപിച്ചു. ഖേദേന രാമരാമേതി ദേവാലയം പുക്കാൻ അറിയുന്നു. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു. പൂജ്യനായി വാഴ്ക ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കെട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെന്നാദി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുട ഗർഭത്തിൽ ഉത്ഭവിച്ചേൻ ഒരു പുണ്യമില്ലാത്ത മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പൻ. അല്ലായിലോ കാളകൂടം കുടിച്ചിടുവൻ. അല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ. ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം ഭത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ. പാദേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി
ഖിന്നയായൊരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതെൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപതേ. നാഥാ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും. ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകായിതുകൊണ്ട് മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിനാൾ കൈകേയിയാകിയ മാതാവു. മാതാവേ, ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ്, ഞാൻ അറിഞ്ഞത്രേ അതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാ ശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനം വസിഷ്ഠ മുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഗഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ. ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇതം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠം ഉത്തമാങ്കേ മുകർന്നാൾ. അതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടു അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. വസിഷ്ഠ മഹർഷി ഭരതന് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശം, പിന്നീട് സംസ്കാരകർമ്മം. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതിമതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ. മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ. ബഹുധന ദക്ഷിണയും മുദാദത്വാ ത്രിവിഷ്ടവം ഗത്വാ. യഥാ സുഖം ലബ്ധ്വാ പുരന്ദരാർദാസനം ദുർലഭം. വൃത്രാരിമുഖ്യ ത്രിതശൗകവന്ദ്യനായി ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയനദ്വയൻ. സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽ കാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സൽസംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അധിക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയം.
ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുനാ വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. സ്വോപേതമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിതപത്രാഗ്രലഗ്നാംബുബിന്ദുവൽ സമ്പതിച്ചിടുമായുസ്സതിനശ്വരം. പ്രാക്തനദേഹസ്ഥകർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം. പുനരഭിജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ ഔവണ്ണമുപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലം ഇക്കർമ്മവേദങ്ങൾ അറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയൻ ഏകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തെക്വാ തുടങ്ങുക കർമ്മസമൂഹവും. സത്വരമേതും വിഷാദമുണ്ടാകൊല. ദശരഥന്റെ സംസ്കാരകർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും. മിത്രഭൃത്യാമാദ്യ സോദരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ തിലോദകം. ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിതു പിണ്ഡവുമാദരാൽ. വേദപരായണന്മാരാം ദ്വിജാവലിക്യോദന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണലേപന താംബൂല പൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകീ ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായോരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദ്ദിനം. നാനാസുഹൃജ്ജനത്തോടും അനാകുലം. തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികേ. അർണോരുഹാസന സന്നിബനാം മുനി സ്വർണാസനേ മറുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മറുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോട് അംഭോജ സംഭവനന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ.
സത്യസന്ധൻ തവതാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായോരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവൻ. രാജ്യം അരാജകമാം ഭവാനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരാ നീ. താത നിയോഗമനുഷ്ഠിക്കയും വേണം, പാതകമുണ്ടാം അതല്ലായിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നു കൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിംഫലം, മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ, നാളീകനേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൾ കുതിരപ്പടയോടും ആനക ശംഖപടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്ത മേദിനി പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലബലങ്ങൾ ഭുജിച്ചു ബസിതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ഭരതന്റെ വനയാത്ര എന്നുള്ള ഭാഗം കുറച്ച് വായിക്കാം. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയപുത്രീസുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു
തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്ക് ഏതും വിഷാദവും കൂടാതെ. യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നീടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തം അനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ. ഭൂമിയിൽ വീണു ഗുഹോഹം ഇത്യുക്ത്വാ പ്രണാമവും ചെയ്തു. ഭരതനുമന്നേരം ഉത്ഥാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യം അനാമയവാക്യവുമുക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനേ ലോകാലംബനഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതീ ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ. നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങീ രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു. ഗുഹൻ തഥാ വട്ടമില്ലാതൊരു സന്തോഷചേതസ. ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നീടിനാൻ. യത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധ്നി സുവർണതൽപസ്ഥലേ കോമള സ്നിഗ്ധധവളാംബരാസ്തൃതേ രാമേണ ശേതേ മഹാസുഖം സാ കഥം ശേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ. ഖേദേന സീതാ മദീയാഗ്രജന്മനാ. മദ്ദോഷകാരണാൽ എന്നതു ചിന്തിച്ചും ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായി അതിപാപിയാം എന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജന നിർമ്മല മാനസൻ ഭാഗ്യവാനെത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിന്നു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായി ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവൻ. എന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ. അവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ.
മംഗളദേവതാവല്ലഭൻ തങ്കൽ ഇന്നിങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ നിർണയം എങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാ നദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ. തർത്തും അമർത്യ തടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോപവാദ്യനി. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ചസാ കൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനോടു ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തിടിനാനാദരാൽ. ഉംബർ തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ. ഭരത ശത്രുഘ്നന്മാരുടെ ആ കൂട്ടം ഭരദ്വാജാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭരദ്വാജനുമായിട്ടുള്ള സമാഗമം. ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമേ വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനും അനുജനുമായി ഉടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്വലന്തം മഹാതേജസാ താപസം വിജ്വലാത്മാനം ആസീനം വിധിസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം. ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനം. ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം. തുഷ്ടി കലർന്നരുൾ ചെയ്താൻ ഇതെന്തടോ കഷ്ടമിക്കോ പുപവന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലയും ജടയും പൂണ്ടു താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ. എന്തൊരു കാരണം വൻപടയോടും ആഹന്ത വനാന്തരേ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനും ഇത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ. നിൻ തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പൻ ഈ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിതേ. ഞാനേതുമേയൊന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാം അമ്മതൻ വാക്കായ കാകോള വേഗമേ മൂലമതിന്നുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനി പാദപദ്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കെന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും അതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു
സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടു കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനം ഏനം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർധ്നി സന്തോഷിച്ചരുണിനാൻ. കിം ബഹുനാവത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശാ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകൊല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി. ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ. വന്ന പടയോടും ഇല്ലൊരു സംശയം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൊപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായി അതിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു. കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും. ഭാവനാ വൈഭവമെത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്തനും. കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാത് സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായാർ അമരാവതി സന്നിഭേ. ഉത്ഥാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കുപ്പിനാൾ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ. മിത്രമായോരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയ മന്ദമാരാഞ്ഞു നാനാതബോധന മണ്ഡലേ. കാണാഞ്ഞോരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം. കുത്ര വാഴുന്നു രഘുത്തമൻ അത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദളപൂർണ വല്ലീതരുഷഷ്പരമണീയ കാനന മണ്ഡലേ. ആമ്ര കതളി ബകുള പനസങ്ങളാമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ. കേരപൂഗങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും. മാലതീജാതി പ്രമുഖലതാവലീശാലികളായ തമാലസാലങ്ങളും. ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും. തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാമൃഗവ്രാതലീലയും. ഭംഗ്യാ സമാലോക്യ ദൂരേ ഭരതനും വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃതം. പുഷ്കരാക്ഷാശ്രമം ഭക്യാ വണങ്ങിനാൻ.
ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാ രഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായി അതിശോഭനം പാവനം അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗളം ആനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണു തന്മൗലിയിൽ കോരിയിട്ടിടിനാൻ. ശ്രീരാമ ഭരത സമാഗമം നിർത്താൻ തോന്നുന്നില്ല. നല്ല നല്ല ഭാവങ്ങളാണെല്ലാം. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാ കൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപദ്മാഞ്ജിതം ഭൂതലം ആരാൽ എനിക്കു കാൺമാൻ അവകാശവും വന്നിതല്ലോ. മുഹുറിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായി ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതൂ. ശ്രീരാമസ്വാമിയെ വർണ്ണിക്കുകയാണ് ഭരതൻ കാണുന്ന സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരം ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതം ഇന്ദിരാമന്ദിരോരസ്ഥലം ഇന്ദ്രാവരജം ഇന്ദീവരലോചനം ദൂർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭ പ്രസന്ന ഭക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുത ശോഭിതം വിദ്യുൽ സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനം ആത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണം അവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണ സേവിത പാദപങ്കേരുഹം ലക്ഷണ ലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവര പര്യങ്കകം കുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡം പരം കാരുണ്യപൂർണം ദശരഥനന്ദനം ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമൻ അവനെയും ശത്രുഘ്നനെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരഭിവത്സങ്ങളും അണച്ചാനന്ദപൂർവകം സൽസംഗമേറെയുള്ളൊരു സൗമിത്രിയും തൽസമയെ ഭരതാംഗ്രികൾ കൂപ്പിനാൻ. ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ. ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലം അഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയും ആർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടൻ ഊഢമോദം മുലയും ചുരന്നു തഥാ. അന്യരായുള്ളോരു മാതൃജനത്തെയും
പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും അവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമാറുടൻ നത്വാ രഘൂത്തമൻ ആശു ചൊല്ലിടിനാൻ. എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം, താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തോന്നു ചൊന്നതെന്നോട് ചൊല്ലിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും. രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും. ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ, നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പൊക്കാനറിക നീ, ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണം ഉച്ചൈർ വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനനീജനങ്ങളും. ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാ താത മാം പരിത്യജ്യ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹാഹോഹം അനാഥോസ്മി മാം ഇനി സ്നേഹേന ലാളിപ്പതാരനുവാസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ, മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണീടിനാർ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾ താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ. പിണ്ഡം മധുസഹിതെങ്കുതീ സൽബല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതും അതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതിഖേദേന. പിണ്ഡദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ. സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. ഇനി ഭരതനും രാമനും തമ്മിലുള്ളതായിട്ടുള്ള പിടിയും വലിയാണ്. ഇതിന് ആര് ഭരിക്കണം എന്നുള്ളതിനാണ് പിടിയും വലി. ഇത് നമുക്ക് നാളെ കാണാം. നമുക്ക് തിരിഞ്ഞു നോക്കാം. നാരായണ.
ഇന്നലെ ശ്രീരാമസ്വാമി കൗസല്യയെ സാന്ത്വനിപ്പിച്ചതും സീതയെ യാത്ര പറയാൻ ചെന്നപ്പോൾ സീത താനും കൂടെ വരുന്നു എന്നുള്ളതിൻ്റെ ന്യായം, പതിവ്രതാധർമ്മം അനുഷ്ഠിക്കുവാനുള്ള അവസരം നിഷേധിക്കരുത്, ഭർത്താവ് എവിടെ ഇരിക്കുന്നുവോ അതുതന്നെയാണ് എൻ്റെ അയോധ്യ അല്ലെങ്കിൽ എൻ്റെ സ്വർഗം, ഭർത്താവ് ഭുജിച്ച് ബാക്കി വെക്കുന്ന ഉച്ഛിഷ്ടം വല്ലഭോച്ഛിഷ്ടം എനിക്ക് ഏറ്റവും പ്രിയകരമായിട്ടുള്ള അമൃതമാണ്, ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്നെ ആരും തൊടില്ല, സ്പർശിക്കില്ല, ആർക്കും ധൈര്യം വരില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, എൻ്റെ പാതിവ്രത്യം ഭർത്തൃ ശുശ്രൂഷാവ്രതമാണ്, അത് ചെയ്യുവാനായിക്കൊണ്ട് എന്നെ സമ്മതിക്കണം, അല്ലെങ്കിൽ എൻ്റെ പ്രാണൻ പോകും എന്നുള്ള മട്ടില് സീതാദേവി പറഞ്ഞു. രാമൻ അതിന് സമ്മതിച്ചു. കാട്ടിലുള്ള ദുർഘട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അതൊന്നും സീതയ്ക്ക് പ്രശ്നമേ അല്ല. അങ്ങനെ പിന്നീട് ലക്ഷ്മണൻ യാത്ര പറയുന്നത് കണ്ടു അമ്മയോട്, സുമിത്രയോട്. സുമിത്രയുടെ ഉപദേശം ലക്ഷ്മണനോട്, അല്ലേ, രാമനെ ദശരഥൻ എന്ന് കരുതുക, സീതയെ ഞാനെന്ന് കരുതിക്കോളൂ, അടവിയെ അയോധ്യ എന്ന് കരുതി സുഖമായി പോയി വരൂ എന്ന് അനുഗ്രഹിച്ചതായിട്ടുള്ള ആ ശ്രേഷ്ഠയായ മാതാവിൻ്റെ വാക്കുകൾ കണ്ടു. അങ്ങനെ ഇവർ 3 പേരും കൂടി കാൽനടയായി ദശരഥന്റെ അന്തഃപുരത്തിലേക്ക് പോകുമ്പോൾ അഭിഷേകത്തിനായിക്കൊണ്ട് ഒരുങ്ങി വന്ന പൗരന്മാർ മുഴുവൻ, ആനപ്പുറത്ത് എഴുന്നള്ളുന്ന രാമനെ കാണാൻ വന്നവർ കാൽനടയായി ഇങ്ങനെ പോകുന്നതായിട്ടുള്ളവരെ കണ്ട് അവരുടെ ദുഃഖം, വിഷമം അവതരിപ്പിക്കുന്നു. അവര് ദശരഥനെ കുറ്റപ്പെടുത്തുന്നു. ഇന്നലെയല്ലേ ദശരഥനല്ലേ ഇദ്ദേഹത്തിന് അഭിഷേകത്തിനായിക്കൊണ്ട് ഒരുങ്ങിയത്, ഇന്നെന്താ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സുമാറാൻ എന്നെല്ലാം ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ കഠിനമാണ് എന്നൊക്കെ പറഞ്ഞ് ദശരഥനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും, പിന്നെ അപ്പോഴേക്കും വേറൊരാൾ പറഞ്ഞു, അല്ല അത് ദശരഥന്റെ കുറ്റമല്ല, കൈകേയിയുടെ കുറ്റമാണ്. അപ്പൊ വേറൊരാൾ പറഞ്ഞു മന്ദരയാണ് അതിനൊക്കെ കാരണക്കാരി എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സമോദമേവം അരുൾ ചെയ്തി തന്നേരം. ആ വാമദേവൻ എന്നുള്ള അയോധ്യയിലെ പുരോഹിതനാണ്, കൊട്ടാരത്തിലെ പുരോഹിതനാണ്, വസിഷ്ഠനെ സഹായിക്കുന്ന, വസിഷ്ഠനോടൊപ്പം ഉള്ളതായിട്ടൊരു മഹാത്മാവാണ് വാമദേവൻ. അദ്ദേഹം രാമസീതാ തത്വം ഈ പൗരജനങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്, അവരെ ആശ്വസിപ്പിക്കാനായിക്കൊണ്ട്. അല്ലെങ്കിൽ രാജ്യത്ത് വല്ലാത്തൊരു ദുഃഖവും കലഹവും, രാജാവിനെ എല്ലാവരും ശപിക്കലും, രാമന്റെ പുറകെ എല്ലാവരും പോക്കും, ഇങ്ങനെ ഒരുപാട് കോലാഹലങ്ങൾ അവിടെ നടക്കും. അപ്പൊ അതൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാറ്റിനും ഈശ്വര നിശ്ചയമാണ്. കാരണം രാമൻ ഈശ്വരന്റെ തന്നെ അംശം, അവതാരം തന്നെയാണ്. ഇതിന് രാമൻ വനത്തിലേക്ക് പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഭാഗമാണ്. ആ രാമൻ മുമ്പെടുത്തതായിട്ടുള്ള അവതാരങ്ങളെയൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട്, മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരം, നരസിംഹാവതാരം, വാമനാവതാരം ഇത്യാദി അവതാരങ്ങളെയൊക്കെ എടുത്തു പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കി ഓരോ പദങ്ങൾ നോക്കാം. രാമസീതാ തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ഗാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിൻ ഏവരും. ആമുഖമായി പറഞ്ഞു, രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനാം ആദിനാരായണൻ, ലക്ഷ്മണനായതനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായാ പരാ. മായാഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. ഇപ്പൊ രാമൻ ആരാണ്? നാരായണൻ തന്നെയാണ്, വിഷ്ണുവാണ്. സീതാദേവി ലക്ഷ്മി ഭഗവതി ലോകമായ ദേവിയാണ്, അനന്തനാണ്, ആദിശേഷനാണ് ലക്ഷ്മണൻ എന്നുള്ള തത്വം പറഞ്ഞിട്ട് പറയുന്നു, മായാഗുണങ്ങളെ താൻ അവലംബിച്ച് കായഭേദം ധരിക്കുന്നിതാത്മാ പരൻ.
പരനായ ആത്മാ പരമാത്മാവായ ഭഗവാൻ കായഭേദം ധരിക്കുന്നു. കായഭേദം ധരിക്കുന്നു എന്നാൽ വിവിധ ശരീരങ്ങളെ സ്വീകരിക്കുന്നു എന്നർത്ഥം. എങ്ങനെയാണ് വിവിധ ശരീരങ്ങളെ സ്വീകരിക്കുന്നത്? മായാഗുണങ്ങളെ താൻ അവലംബിച്ച് എന്ന് പറഞ്ഞാൽ മായയെ തനിക്കുള്ള വസ്ത്രമാക്കി മാറ്റിക്കൊണ്ട് മായ കൊണ്ട് സ്വയം ഒരു രൂപമുണ്ടാക്കി. അപ്പൊ മായ കൊണ്ടാണ് രാമൻ വസ്ത്രം ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരമാത്മാവാണ് ഭഗവാൻ. ആ പരമാത്മാവായുള്ള ഭഗവാൻ സ്വയം ചെറുതാവാൻ വേണ്ടി ചില മൂടുപടങ്ങൾ ധരിക്കുന്നു, അഥവാ ചില വസ്ത്രങ്ങൾ ധരിക്കുന്നു, അഥവാ അത് തന്നെയാണ് ശരീരം എന്ന് പറയുന്ന അവതാര ശരീരങ്ങൾ. അപ്പൊ ഏതൊക്കെ ശരീരങ്ങളാണ് അദ്ദേഹം എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് എന്ന് വിസ്തരിച്ച് പറയുകയാണ്. പിന്നെ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരൻ ആദ്യൻ അജൻ പരമാത്മാവു സാദരം. ആദ്യം ബ്രഹ്മദേവനും ഭഗവാന്റെ അവതാരം തന്നെയാണെന്ന് പറയണം ഇവിടെ. അതാണ് രാജസമായ ഗുണത്തോടുകൂടവേ. രജോ ഗുണം സ്വീകരിച്ചുകൊണ്ട്, മായയുടെ 3 ഗുണങ്ങളാണ് സത്വം, രജസ്, തമസ്. അതിൽ സൃഷ്ടിക്കായിക്കൊണ്ട് രജോ ഗുണം സ്വീകരിച്ച് ബ്രഹ്മദേവന്റെ രൂപം ധരിക്കുന്നു പരമാത്മ. പരിപാലനത്തിനായിക്കൊണ്ട് സത്വഗുണം സ്വീകരിച്ച് വിഷ്ണുവിന്റെ രൂപം ധരിക്കുന്നു. തമോ ഗുണം സ്വീകരിച്ച് സംഹാരത്തിനായി രുദ്രരൂപം ധരിക്കുന്നു. അപ്പൊ ഇങ്ങനെ 3 ഗുണങ്ങളുടെ 3 മൂർത്തികളാണ് ത്രിമൂർത്തികൾ. 3 ഡ്യൂട്ടിക്ക് 3 വേഷം കെട്ടലാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. 3 പണിയെടുക്കാൻ 3 യൂണിഫോം അല്ലെ? നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ വസ്ത്രങ്ങൾ വിധിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ലൗകിക വ്യവഹാരങ്ങളിലും. അതുപോലെ ഓരോ കാര്യത്തിന് ഫിറ്റായിട്ടുള്ള വേഷം കെട്ടുന്നു എന്നർത്ഥം. ഏത് വേഷം കെട്ടിയാൽ ഓരോ ജോലിയും നന്നായി ചെയ്യാൻ പറ്റുമോ ആ വേഷമാണ് നല്ലത്. അപ്പോ രാജീവ സംഭവനായി, രാജീവ സംഭവൻ താമരയിൽ ഉണ്ടാവുന്നവൻ. രാജീവം താമരയാണ്. രാജീവത്തിൽ സംഭവിക്കാൻ പത്മസംഭവനായി താമരയിൽ ഭവിക്കുന്നവനായി എന്ത് ചെയ്യണു? പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. പ്രപഞ്ചദ്വയം, 2 പ്രപഞ്ചങ്ങൾ, സ്ഥൂലം സൂക്ഷ്മം എന്നിങ്ങനെ 2നെ എടുത്തു പറഞ്ഞതാണ്. സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചങ്ങളെ 24 തത്വങ്ങളിൽ നിന്ന് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നു. പിന്നെയോ സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ ആദ്യൻ അജൻ പരമാത്മാവു സാദരം. അപ്പൊ സത്വഗുണപ്രധാനനായി വിഷ്ണുവിന്റെ രൂപം ധരിച്ച് ലോകത്തെ സ്ഥിതി ചെയ്യിക്കുന്നു, രക്ഷിക്കുന്നു. അതാണ് ഈ പരമാത്മാവ് ആദ്യനും അജനുമൊക്കെ. അജൻ എന്നാൽ ജനിക്കാത്തവൻ, ആദ്യം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഉള്ളവൻ, എപ്പോഴും ഉള്ളവൻ, എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ. ആ ഭഗവാൻ തന്നെയാണ് വിഷ്ണു രൂപത്തെ ധരിച്ചിരിക്കുന്നത്. പിന്നെയോ രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും. രുദ്രവേഷം ആയിട്ട് അദ്രിജാവല്ലഭനായിട്ട്, അദ്രിജ പാർവതി, അദ്രിയുടെ പുത്രി, ആ പാർവതിയുടെ വല്ലഭനായിട്ട്, ഭർത്താവായിട്ട്, തമോ ഗുണയുക്തനായിട്ട് സംഹരിക്കുന്നതും ഈ ഭഗവാൻ. അപ്പൊ ത്രിമൂർത്തികളും ഭഗവാന്റെ 3 വേഷം കെട്ടലുകളാണ്. ഒരേ ആള് തന്നെയാണ് 3 വേഷവും കെട്ടി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഓരോരോ അവതാരങ്ങൾ എടുത്തതിനെ എണ്ണി പറയണം. വൈവസ്വതമനു ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ. ഈ രാഘവൻ തന്നെയാണ് പണ്ട് ആ വൈവസ്വതമനുവിന്റെ മുമ്പിലത്തെ പേര് സത്യവ്രത രാജാവാണ്. അദ്ദേഹം സത്യവ്രത രാജാവായിരിക്കുമ്പോൾ ആണ് മത്സ്യാവതാരം ഭഗവാന്റെ. എന്നിട്ടാണ് പിന്നീടാണ് അദ്ദേഹം അടുത്ത മന്വന്തരത്തില് ശ്രാദ്ധദേവൻ എന്ന പേരില് സൂര്യപുത്രനായി, വിവസ്വാന്റെ പുത്രനായി ജനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് വൈവസ്വതൻ എന്ന പേര്. വിവസ്വാൻ സൂര്യനാണ്, സൂര്യന്റെ പുത്രൻ വൈവസ്വതൻ. അപ്പൊ ശ്രാദ്ധദേവൻ എന്നാണ് ഒറിജിനൽ പേര്. അച്ഛന്റെ കെയർ ഓഫില് വൈവസ്വതൻ എന്ന് പറയുന്നു.
അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം സത്യവ്രത രാജാവ്. ആ സത്യവ്രത രാജാവിനാണ് ഭഗവാൻ മത്സ്യാവതാരം ചെയ്ത് അനുഗ്രഹം ചെയ്യുന്നത്. മത്സ്യപുരാണം ഉപദേശിക്കുന്നതും ഭഗവാൻ തന്നെയാണ് മത്സ്യരൂപത്തില്. ആർക്ക്? സത്യവ്രത രാജാവിന്. അപ്പൊ അങ്ങനെയുള്ള അതാണ് ഇവിടെ പറയുന്നത്. വൈവസ്വത മനു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പൂർവ്വ പേരോർക്കുക, സത്യവ്രത രാജാവ്. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രസന്നനായിട്ട് ദേവനായ ഭഗവാൻ മകരാവതാരം അനുഷ്ഠിച്ചു. മത്സ്യാവതാരം അനുഷ്ഠിച്ചു. എന്നിട്ട് ആ ഹയഗ്രീവൻ എന്നൊരു അസുരൻ, ഹയഗ്രീവൻ എന്നാൽ കുതിരക്കഴുത്തൻ എന്നാണ് അർത്ഥം. അപ്പൊ കുതിരത്തലയുള്ള ഒരു അസുരൻ, ആ അസുരൻ ബ്രഹ്മദേവൻ അല്പം മയങ്ങിയതായുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വേദങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പൊ ആ ഭഗവാൻ മത്സ്യാവതാരമെടുത്ത് ഈ ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ചു. എന്നിട്ട് വേദങ്ങളൊക്കെ വീണ്ടെടുത്ത് ബ്രഹ്മദേവന് തിരിച്ചേൽപ്പിച്ചു. അതാണ് വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. വേദാവിന് തന്നെ വേദങ്ങളെ തിരിച്ചു കൊടുത്തത് ഈ രാഘവൻ തന്നെയാണ്. പാദോനിധി മഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ഇതേ രാഘവൻ തന്നെയാണ് പണ്ട് പാദോനിധി മദനെ മന്ദരം പാതാളലോകം പ്രവേശിച്ച. പാദോനിധി എന്ന് പറഞ്ഞാല് ജലനിധി, ക്ഷീര സമുദ്രം എന്നൊക്കെ പറയാം. പാൽക്കടൽ കടയുന്നതായിട്ടുള്ള സമയത്ത് ആ മന്ദരപർവ്വതം എന്ന കടകോല് താഴേക്ക് താണുപോയപ്പോൾ നിഷ്ഠുരമായ ഒരു കൂർമാകൃതി പൂണ്ട്. നിഷ്ഠുരം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള മുതുകത്തോടു കൂടിയത് എന്നർത്ഥം. 1,00,000 യോജന വിസ്താരമേറിയ ആ വലിയ കൂർമ്മ പൃഷ്ഠത്തോടു കൂടിയിട്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചത് ഈ രാഘവൻ. ആ മന്ദരപർവ്വതത്തെ മുതുകത്ത് ധരിച്ചു കൊണ്ടുവന്നവൻ ഈ രാഘവൻ തന്നെയാണ്. ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു ഗൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. അപ്പോ ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു. ദിതിപുത്രനായ ഹിരണ്യാക്ഷൻ ഭൂമിയെ കൊണ്ടുപോയി അപഹരിച്ച് പാതാളത്തിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ, രസാതലത്തിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ഭഗവാൻ വരാഹാവതാരമെടുത്തു. അതാണ് ഇവിടെ ഗൃഷ്ടി എന്ന് പറയുന്നത്. ഗൃഷ്ടിയായി, ഗൃഷ്ടി എന്നത് കിടി, ഗൃഷ്ടി, വരാഹം എന്നൊക്കെ ഉള്ളത് പന്നിയുടെ പേരാണ്. അപ്പൊ പന്നിയുടെ അവതാരമെടുത്ത് തേറ്റമേൽ, ആ പന്നിയുടെ കൊമ്പിന്റെ മുകളില് ക്ഷോണിയെ പൊങ്ങിച്ച്, ഭൂമിയെ പൊങ്ങിച്ചുകൊണ്ട് കാരണവാരിധി തന്നിൽ കളിച്ചതും. കാരണവാരിധി എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രളയം പോലെ ആയിരുന്നു. ആ പ്രളയ ജലത്തിൽ കളിച്ചവനായിരുന്ന കാരണപുരുഷനാകും ഈ രാഘവൻ. ഇതേ രാഘവൻ തന്നെയാണ് അതേ കാരണപുരുഷൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണമായിരിക്കുന്ന ആ പുരുഷൻ എന്നർത്ഥം. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. ഇവൻ തന്നെയാണ് അവൻ. ഏതവൻ? പണ്ട് നരസിംഹമായവൻ. അതാണ് നിർഹ്ലാദമോടു നരസിംഹരൂപമായി. നിർഹ്ലാദം എന്ന് പറഞ്ഞാൽ ഗർജനം, അട്ടഹാസം എന്നൊക്കെ അർത്ഥത്തിലാണ്. ഇടിവെട്ടും പോലെയുള്ള അട്ടഹാസത്തോടുകൂടെ നരസിംഹരൂപമെടുത്ത് പ്രഹ്ലാദനെ പരിപാലിക്കുവാനായി കൊണ്ട് അവതരിച്ചു തൂണിൽ നിന്ന്. എന്നിട്ടോ നല്ല ക്രൂരമായിട്ടുള്ള നഗരങ്ങളെ കൊണ്ട്, നഗരം നഖം തന്നെയാണ്, തന്റെ നഖങ്ങളെ കൊണ്ട്, വജ്രനഖങ്ങളെ കൊണ്ട് ആ ഘോരനായ ഹിരണ്യകശിപു, സാക്ഷാൽ ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് പ്രഹരമേറ്റിട്ടും മുറിയാത്ത തൊലിക്കട്ടിയുള്ള ആളാണ് ആര്? ഹിരണ്യകശിപു. എന്നാൽ അതേ ഹിരണ്യകശിപുവിന്റെ വക്ഷസിനെ, മാറിടത്തിനെ, വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും. പ്രപാടനം ചെയ്യാന്ന് പറഞ്ഞാൽ തകർക്കുക, പൊളിക്കുക, കീറി മുറിക്കുക എന്നൊക്കെ അർത്ഥം. പിളരുക എന്നൊക്കെ അർത്ഥമാണ് പ്രപാടനം ചെയ്തതും. രക്ഷാചതുരനാം ലക്ഷ്മീവരൻ. ഇവൻ ലോകത്തെ രക്ഷിക്കുവാൻ ചതുരനാണ്, സമർത്ഥനാണ്. ഏത് അത് സാമർത്ഥ്യമല്ലേ ഭഗവാന്റെ. നോക്കൂ, ഹിരണ്യകശിപു എന്തെല്ലാം വരം മേടിച്ചിരുന്നു അല്ലേ? മനുഷ്യരിൽ നിന്നും, മൃഗത്തിൽ നിന്നും, അസുരന്മാരിൽ നിന്നും, രാക്ഷസന്മാരിൽ നിന്നും, ദേവന്മാരിൽ നിന്നും
ഒരു ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു ജന്തുക്കളിൽ നിന്നും മരണമുണ്ടാകരുത്. രാത്രിയിലാകരുത്, പകലാകരുത്, അകത്താകരുത്, പുറത്താകരുത്, ആകാശത്താകരുത്, ഭൂമിയിലാകരുത്, ജീവനുള്ള വസ്തുക്കളെ കൊണ്ടാകരുത്, ജീവൻ ഇല്ലാത്ത വസ്തുക്കളെ കൊണ്ടാകരുത്. ഇങ്ങനെ ഒരുപാട് തന്റെ മരണം വരുന്ന വഴികളൊക്കെ ബ്ലോക്ക് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന വഴികളൊക്കെ ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഭഗവാൻ ഏതാ സാധനം? ഭഗവാന്റെ അടുത്ത കളി. അപ്പൊ അദ്ദേഹം ചതുരനാണെന്ന് ഇവിടെ പ്രത്യേകം ഓർമ്മിക്കുക എന്ന് പറയുക. അങ്ങനെ നരസിംഹ ഇതായിട്ട് ഹിരണ്യകശിപു ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള നരസിംഹമായി വന്ന് സന്ധ്യാവേളയിൽ ഉമ്മറപ്പടിയിലിരുത്തി, അകത്തുമല്ല പുറത്തുമല്ല, ജീവൻ ഉള്ളതോ ഇല്ലയോ എന്ന് നിർവചിക്കാൻ പറ്റാത്ത നഖം കൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ കീറി മുറിച്ചത് എന്ന് പറയാം. കൊടൽമാല കഴുത്തിലിട്ട് അട്ടഹസിച്ചത്. അപ്പോ രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോട് അവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. അതേ, വാമനനും ത്രിവിക്രമനും ഒക്കെ ഇവൻ തന്നെ എന്ന് പറയാം. അപ്പോ ആ അതിഥി ഭഗവാനെ വിഷ്ണുവിനെ പൂജിച്ചപ്പോൾ മകനായി ജനിച്ചു, ഇന്ദ്രാനുജനായി. ഇന്ദ്രൻ അതിഥിയുടെ മൂത്ത പുത്രനാണ്, ഏറ്റവും ഒടുക്കത്തെ പുത്രനാണ്. ഇവിടെ ഉപേന്ദ്രൻ എന്ന പേരില് ഭഗവാൻ വിഷ്ണു തന്നെ വാമനനായി അവതരിച്ചത്. അപ്പോ ആ മഹാബലിയോട് മൂന്നടിയാക്കി ജഗത്രയം മുഴുവൻ യാചിച്ചു വാങ്ങി മരുത്വാന് നൽകി. മരുത്വാൻ ഇന്ദ്രൻ തന്നെ. ഇന്ദ്രന് തിരിച്ചേൽപ്പിച്ചു എന്നർത്ഥം. ആ ഭക്തപ്രിയനായ ത്രിവിക്രമനും ഇവൻ തന്നെ. ത്രിവിക്രമൻ എന്ന് പറഞ്ഞാല് മൂന്നടി കൊണ്ട് ലോകങ്ങളെ മുഴുവൻ അളക്കുന്നവൻ എന്നാണ്. ത്രി എന്നാൽ മൂന്ന്, വിക്രമിക്കുക എന്ന് പറഞ്ഞാൽ ക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപം ചെയ്യുക, കാലെടുത്ത് വെക്കുക. അപ്പൊ മൂന്നടി കൊണ്ട് ലോകങ്ങളെ അളക്കാൻ സാമർഥ്യമുള്ള, 2 അടി കൊണ്ടേ 14 ലോകങ്ങളെയും അളന്നവനാണ്. മൂന്നാമത്തെ അടിക്ക് തികഞ്ഞില്ല ഒന്നും. അങ്ങനെയുള്ള ആ ത്രിവിക്രമനായ ഭഗവാൻ ഇവൻ തന്നെയാണ് എന്ന് പറയാം. പിന്നെ പരശുരാമാവതാരം പറയുന്നു, ധാത്രി സുരദ്വേഷികളായി ജനിച്ചോരു ധാത്രി പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ. ധാത്രി 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 എന്ന് പറഞ്ഞ പ്രാസം ഭംഗിയായിട്ടുണ്ട്. ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ. ധാത്രീ സുരന്മാരെന്നാൽ ഭൂസുരന്മാർ, ബ്രാഹ്മണന്മാര്. അപ്പൊ ബ്രാഹ്മണന്മാരെ ഉപദ്രവിച്ചവരായ ധാത്രീപതികൾ എന്ന് പറഞ്ഞാലോ ക്ഷത്രിയന്മാര്. ബ്രാഹ്മണരെ ഉപദ്രവിച്ച ക്ഷത്രിയന്മാരുടെ കുലനാശം വരുത്തുവാനായി ധാത്രിയിൽ ഈ ഭൂമിയില് ഭാർഗവനായി ഭൃഗുവംശത്തിൽ ജാതനായി ജമദഗ്നി പുത്രനായി രാമനായി അവതരിച്ചത് ധാത്രീവരനായ രാഘവൻ. ഭൂമിയുടെ രക്ഷകനായിട്ടുള്ള ഈ വിഷ്ണു തന്നെയാണ് ഈ രാഘവൻ എന്ന് പറയാം. ഇപ്പോൾ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ഇപ്പോ ദശരഥപുത്രനായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ധാത്രീ സുതാ വരനായി, ഭൂമിയുടെ പുത്രിയായ സീതയുടെ വരനായിട്ടാണ് ജനനം. രാത്രിഞ്ചരന്മാരുടെ കുലത്തെയൊക്കെ നശിപ്പിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കാനായിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ അവതാരം. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന് കാരണം മന്ദരയല്ല കൈകേയിയല്ല ആരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. എല്ലാം അറിയുന്ന വാമദേവൻ പറയാണ്, ഈ 3 പേരെയും കുറ്റം പറയേണ്ട, അതിന്റെ സ്ക്രിപ്റ്റ് വേറെ ആളുടെ കയ്യിലാണ്. ഇവർ വെറും നടന്മാർ മാത്രമാണ്, നിമിത്ത മാത്രങ്ങളാണ്. മന്ദരയും കൈകേയും ദശരഥനുമെല്ലാം.
ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒക്കെ വേറൊരാളുടെ കയ്യിലാണ്. ആരുടെ കയ്യിലാണ്? സാക്ഷാൽ നാരായണന്റെ കയ്യിൽ തന്നെയാണ്. അതാണ് തുടർന്ന് പറയുന്നത്. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനഗജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നൊടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും. അപ്പൊ എന്താണ്ടായത്? ഇന്നലെ നാരദൻ വന്ന് പറഞ്ഞിരുന്നു. ആ നാരദനോട് രാമൻ ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായിട്ടും രാക്ഷസനായ രാവണനെ നിഗ്രഹിക്കുവാൻ, ആ നക്തഞ്ചര അന്വയത്തെ തന്നെ നശിപ്പിക്കുവാൻ ഞാനിതാ നാളെ വനത്തിന് പുറപ്പെടുമെന്ന് നാരദന് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് പുറപ്പെടുന്നത്. അപ്പൊ ഭഗവാന്റെ സ്വന്തം നിശ്ചയമാണ്, വേറെ ആരെയും ബ്ലെയിം ചെയ്യണ്ട എന്നാ പറഞ്ഞത്. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാറുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. അതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം. നിത്യവും രാമരാമ എന്ന് ജപിക്കുന്നവർക്ക് മൃത്യുഭയം പോലും ഉണ്ടാവില്ല. മാത്രമല്ല മോക്ഷവും സിദ്ധിക്കും, കൈവല്യവും സിദ്ധിക്കും. ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണൻ ആത്മാരഘൂത്തമൻ ന്യൂനാതിരേക വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? വാസ്തവത്തിൽ രാമന് ദുഃഖമൊന്നും സംഭവിക്കുകയില്ല. പക്ഷെ അഭിനയിക്കും സ്ക്രിപ്റ്റ് അനുസരിച്ച്, അല്ലേ? അഭിനയം കഴിഞ്ഞ നടന്മാര് വേഷം അഴിച്ചു വെച്ച് വീട്ടിലേക്ക് പോകുന്നത് പോലെ സുഖമായിട്ട് രാമനും വേഷം അഴിച്ചു വെച്ച് പോകും. അപ്പൊ ഇവിടെ രാമന്റെ സ്വരൂപം എന്താണ്? ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ. നിഷ്കളൻ എന്ന് പറഞ്ഞാൽ അംശങ്ങളൊന്നുമില്ലാത്തവൻ, പൂർണ്ണൻ എന്നർത്ഥമാണ്. ആ പൂർണ്ണത അനന്തതയിലാണ്. അപ്പോ അനന്തനായിരിക്കുന്ന ഭഗവാനിൽ ദുഃഖലേശം പോലുമില്ല. കാരണം വലുത് എന്ന് പറഞ്ഞാൽ സുഖം എന്നാണ് അർത്ഥം. യത് ഭൂമാ തത് സുഖം നാൽപേ സുഖമസ്തി. അല്പം ദുഃഖം എന്ന പദത്തിന്റെ അർത്ഥം അല്പം എന്നാണ്, പരിമിതം എന്നാണ്. പരിമിതമായതാണ് ദുഃഖം. സുഖം എന്ന് പറഞ്ഞാൽ പരിമിതി ഇല്ലാത്തത് എന്നാണ് അർത്ഥം. ഖം എന്ന ശബ്ദത്തിന് ആകാശം എന്നർത്ഥം. ആകാശം എന്ന ശബ്ദത്തിന് ഖമ്മിന് മുമ്പില് സൂന്നോ ധൂന്നോ ഉള്ള ഉപസർഗങ്ങൾ ചേർത്താണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്. അപ്പൊ ഖം എന്നുള്ള വാക്കിന്റെ അർത്ഥം ആകാശമാണ്. ആകാശത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? അവകാശദായകത്വാദ് ആകാശ, ദാറ്റ് വിച്ച് അക്കോമഡേറ്റ്സ് എന്നാണ്. ആകാശം എന്ന് പറഞ്ഞാല്, സ്പേസ് എന്ന് പറഞ്ഞാല് അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ സുഖം എന്ന് പറഞ്ഞാലോ നല്ലോണം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് സുഖം. ദുഃഖം എന്ന് പറഞ്ഞാലോ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് ദുഃഖം. എന്ന് പറഞ്ഞാൽ അല്പത്തിൽ ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, വലുതിലേ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വലുതാണ് ഭൂമാ ബ്രഹ്മം എന്നൊക്കെ പര്യായങ്ങള്. അങ്ങനെയുള്ള അനന്തനായിരിക്കുന്ന, ഭൂമാവായിരിക്കുന്ന, ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന, പൂർണ്ണനായിരിക്കുന്ന ആ ഭഗവാനിൽ എങ്ങനെ ദുഃഖമുണ്ടാവാനാണ്? അനന്തമായ ആകാശത്തില് ഒരു ബലൂണ് നമ്മൾ ഊതി അത് പൊട്ടിയാൽ ആ ബലൂണിനകത്ത് ആകാശം പൊട്ടിയോ? അതുപോലെയുള്ളൂ ഇവിടെ നടക്കുന്നതായിട്ടുള്ള, ഈ ലോകത്തിൽ നടക്കുന്നതായിട്ടുള്ള സകല വ്യവഹാരങ്ങളും ആരെ സംബന്ധിച്ച്? ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനിൽ, ഈശ്വരനിൽ, ബ്രഹ്മസ്വരൂപത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ തലമുടി കൊഴിഞ്ഞു പോയാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നമ്മുടെ നഖം മുറിച്ചു കളഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇതുപോലെയുള്ളൂ ലോകത്തില് പലതും വരുന്നു പോകുന്നു. അനന്തനായ ഭഗവാനിൽ നടക്കുന്ന ചെറിയ വ്യവഹാരമാണ് ഇതൊക്കെ.
എത്രയോ ചെറിയൊരു വ്യവഹാരം മാത്രമാണ് ഈ ലോകങ്ങൾ, ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതും നശിക്കുന്നതും ഒക്കെ. ആ ഭഗവാന്റെ വലുപ്പം ശരിക്കും ചിന്തിച്ചാൽ ഇതൊന്നുമല്ല, നമ്മുടെ രോമം കൊഴിയുന്നത്ര പോലും സാരമില്ലാത്തതാണ്. അങ്ങനെ ചിന്തിക്കണം ഭഗവാന്റെ വലുപ്പം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനിൽ ഇതൊന്നും ബാധകമല്ല. നിഷ്കളൻ നിർഗുണൻ ആത്മാ രഘുത്തമൻ. നിർഗുണനാണ്, ഗുണരഹിതനാണ്. ഗുണങ്ങൾ കൊണ്ടാണ് നമുക്ക് സുഖദുഃഖാദികൾ അനുഭവം ഉണ്ടാകുന്നത്. തമോ ഗുണം വർദ്ധിച്ചാൽ ദുഃഖം വർദ്ധിക്കും, രജോ ഗുണം വർദ്ധിച്ചാൽ ദ്വേഷാദികൾ വർദ്ധിക്കും, ആക്ടിവിറ്റി വർദ്ധിക്കും, അജിറ്റേഷൻ വർദ്ധിക്കും. സത്വഗുണം വർദ്ധിച്ചാൽ ശാന്തി വരും. ഇതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ഗുണാതീതമായിട്ടുള്ള അവസ്ഥ, പരമശാന്തി. അപ്പൊ നിർഗുണനാണ്, ആത്മസ്വരൂപനാണ്, രഘുത്തമൻ. ന്യൂനാതിരേകവിഹീനൻ. ഭഗവാനിൽ ന്യൂനതയുമില്ല, അതിരേകവുമില്ല, പൂർണ്ണനാണ്. നിരഞ്ജനൻ, ഒന്നുമായിട്ടും ചേരാത്തവനാണ്, ഒരു കളങ്കവുമില്ലാത്തവനാണ്. അദ്ദേഹത്തിൽ ഒന്നും പറ്റുന്നില്ല എന്നർത്ഥം. ശുദ്ധനാണ്. ആനന്ദപൂർണൻ, അനന്തൻ, അനാകുലൻ. ഒരാകുലതയും അദ്ദേഹത്തെ സ്പർശിക്കുന്നില്ല. അങ്ങനെയുള്ള ഭഗവാനിൽ, ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? അപ്പൊ ഒറിജിനൽ രാമന് ഒരു ദുഃഖവും സംഭവിക്കുന്നില്ല. പിന്നെയോ മായ കൊണ്ട് ദശരഥപുത്രനായി വേഷം കെട്ടിയിരിക്കുന്ന രാമൻ ചിലപ്പോ കരയുന്നത് പോലെയൊക്കെ ദുഃഖിക്കുന്നത് പോലെയൊക്കെ കാണിക്കും. ഭക്തജനാനം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. ആ രാമാവതാരത്തിൽ എത്ര ആളുകളെയാണ് അദ്ദേഹം അനുഗ്രഹിച്ചതല്ലേ? പോകുന്ന വഴിയിലൊക്കെ ഗുഹനെ ആലിംഗനം ചെയ്തതും, ജടായുവിനെ അനുഗ്രഹിച്ചതും, ശബരിയെ അനുഗ്രഹിച്ചതും, എത്രയോ രാക്ഷസന്മാരെ വധിച്ച് മോക്ഷം കൊടുത്തതും, വാനരന്മാർക്ക് മുഴുവൻ സേവിക്കാൻ അവസരം കൊടുത്ത് അവരെയൊക്കെ ഉദ്ധരിച്ചതും, അവർക്കൊക്കെ മുക്തി കൊടുത്തതും, രാവണ കുലത്തിനെ തന്നെ മോക്ഷം കൊടുത്ത് അവരെയൊക്കെ വധിച്ച് അവർക്കൊക്കെ ഗതി കൊടുത്തതുമായിട്ടുള്ള ആ രാമന്റെ ഓരോ ലോകത്തിൽ എവിടെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചോ അവിടെയൊക്കെ അവരെയൊക്കെ അനുഗ്രഹിച്ചു. ഇപ്പോഴും ആ രാമചരിതം നമ്മളെ കാലങ്ങളായി അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ രാമന്റെ അവതാരം. അതാണ് ഭക്തജനാനാം ഭജനാർത്ഥമായി, ഭക്തജനങ്ങൾക്ക് ഭജിക്കുവാനും സേവിക്കുവാനുമായി കൊണ്ടാണ് രാമന്റെ ഈ അവതാര വേഷം കെട്ടത്. അത് കെട്ടിയതുകൊണ്ടാണ് നമുക്കിപ്പോ ഭജിക്കാൻ പറ്റുന്നത്. രാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് രാമന്റെ ലീലകൾ വർണ്ണിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു നാടകം അഭിനയിച്ചത് കൊണ്ടാണ്. പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. പങ്ക്തിരഥൻ ദശരഥൻ, നിരനിരയായി രഥമുള്ളവൻ. പങ്ക്തിരഥ അഭീഷ്ട സിദ്ധ്യർത്ഥമായി. അപ്പൊ ദശരഥന്റെ അഭീഷ്ടം സാധിക്കുവാനായി പുത്രനായി വന്നു. എന്നിട്ടോ പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു. പങ്ക്തി കണ്ടൻ, നിരനിരയായി കഴുത്തുള്ളവൻ രാവണൻ, അദ്ദേഹത്തിനെ കൊന്ന് ഈ ജഗത്രയത്തെ പാലിക്കുവാനായി കൊണ്ടാണ് രാമന്റെ അവതാരം മനുഷ്യനായി അവതരിച്ചത്. അല്ലയോ ബാലന്മാരെ, ബാലിശന്മാരെ, നിങ്ങൾക്ക് ഭഗവാന്റെ തത്വം അറിയാത്തത് കൊണ്ടാണ് ഈ വിഷമം എന്ന് പറയണം. രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. ആനന്ദ സമുദ്രത്തിൽ മുങ്ങി എല്ലാവരും എന്ന് പറയണ തൽക്കാലം. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഈ രാമസീതാരഹസ്യം ചിന്തിക്കുന്ന നമുക്കൊക്കെ കിട്ടുന്ന ഫലശ്രുതി പറഞ്ഞതാണ്. നമുക്ക് ഈ രാമസീതാരഹസ്യത്തെ ധ്യാനിക്കുന്നവർക്ക് രാമദേവങ്കൽ ഉറച്ച ഭക്തി, ആമയനാശം, ആമയം എന്ന് പറഞ്ഞാൽ ദുഃഖം, രോഗം എന്നൊക്കെ അർത്ഥമാണ്. ആ ദുഃഖങ്ങളും രോഗങ്ങളും നശിക്കും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു.
ഇപ്പോൾ ഇത് രഹസ്യമാണ്, ഗോപനീയമാണ്. ഗോപനീയം എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെക്കേണ്ടത്, മറച്ചു വെക്കേണ്ടത് രഹസ്യമായിട്ടുള്ളതാണ്. എങ്കിലും അത് പാപവിനാശനമാണ്. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങളൊക്കെ രാമപ്രിയന്മാരായതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും സങ്കടം തീർത്തു. തൽക്കാലം താപവം തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാൽ എഴുന്നള്ളി. ഇനി രാമൻ ദശരഥനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതായിട്ടുള്ള രംഗമാണ്. ഇന്നലെ വായിച്ച ഭാഗമാണതെല്ലാം. ആദ്യം തന്നെ അമ്മയോട് തന്നെ കൈകേയിയോടാ പറയണം, അമ്മ വിഷമിക്കണ്ട കേട്ടോ, ഇതാ ഇറങ്ങുകയി എന്ന്. അമ്മ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൈകേയിക്ക് വേഗം പോണം രാമൻ. ഇനി ഇവിടെ നിൽക്കുന്തോറും പിടിച്ചു നിർത്താനുള്ള വ്യഗ്രത കൂടുമാർക്ക് ദശരഥൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തും. അപ്പൊ അതിനൊന്നും ഇട കൊടുക്കരുത്. വേഗം രാമൻ പോയാലേ അമ്മയ്ക്ക് സമാധാനമുള്ളൂ. അതുകൊണ്ട് അമ്മയോട് തന്നെ പറയണ്, കൈകേയിയാകിയ മാതാവ് തന്നോട്, ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ, സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഞങ്ങളിതാ സന്തോഷത്തോടുകൂടി പോവുകയാണ്, അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഇനി അച്ഛനാണ് ഞങ്ങളെ അനുവദിക്കേണ്ടത് എന്ന് കേട്ടതായിട്ടുള്ള സമയത്ത് കൈകേയി 3 പേർക്കും മരവുരി ധരിക്കാനായിക്കൊണ്ട് എടുത്തു കൊടുത്തു. ചീരങ്ങൾ എന്ന് പറഞ്ഞു. ചീരം എന്ന് പറഞ്ഞാല് ചീരവാസസ്, മരവുരി, കാട്ടിൽ ധരിക്കാനുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ. അപ്പോ രാമൻ എന്ത് ചെയ്തു? തന്റെ ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ ആ വസ്ത്രമൊക്കെ എടുത്തു ധരിച്ചു. ലക്ഷ്മണനും രാമന്റെ ആജ്ഞപ്രകാരം അങ്ങനെ തന്നെ ചെയ്തു. പക്ഷേ സീതാദേവി അതിനെ കയ്യിൽ പിടിച്ച് ഭർത്താവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി. അതാണ് ഇവിടെ പറയുന്നത്. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചു കൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിൽ എന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാൻ ഇതു ഗാഠമൊടുക്കുന്നതെന്നുള്ള ചിന്തയാ. അപ്പൊ തന്റെ മൃദുവായ ശരീരത്തിൽ ഈ പരുക്കൻ സാധനം, ഈ മരവുരി വൽക്കലം, ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് എങ്ങനെയാ ഞാൻ ഒടുക്കേണ്ടത് എന്ന് ലജ്ജയോടെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, ഗൂഢമായി ഒളിഞ്ഞു നോക്കി. ഭഗവാൻ രാമനെല്ലാം അറിയാലോ, ഭാര്യയുടെ മനസ്സറിയുന്നത് കൊണ്ട്. മംഗളദേവതാവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. ആ വൽക്കലത്തെ രാമൻ കയ്യിൽ മേടിച്ചിട്ട് സീതയുടെ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളുടെ മുകളിലൂടെ ചാർത്തി. അത് അഴിക്കേണ്ടിയൊന്നും വന്നില്ല, അതിന്റെ മുകളിലൂടെ ചാർത്തി. എന്ന് വെച്ചാൽ ദേഹം വേദനിക്കാതിരിക്കാൻ. എന്നാലോ കൈകേയി കൊടുത്തതിനെ ധിക്കരിച്ചതും ഇല്ല. കൈകേയി കൊടുത്തു, ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിയുകയോ അമ്മയെ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അതാണ് രാമന്റെ ഗുണം. വാങ്ങിച്ചതിനെ കൈകേയിയെ മാനിച്ചുകൊണ്ട്, അതാണ് സൽക്കാരമാനം. സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. കൈകേയിയും ബഹുമാനിച്ചു, സീതയും ബഹുമാനിച്ചു, എല്ലാവർക്കും വേണ്ടതുപോലെ നിന്നു. ഇത് കണ്ടപ്പോഴാണ് എല്ലാവർക്കും, പ്രജകൾക്കൊക്കെ സങ്കടമായി എല്ലാവരും നിലവിളി തുടങ്ങി. അതാണ് എന്നതു കണ്ടൊരു രാജധാരങ്ങളും, രാജധാരങ്ങൾ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ഭാര്യമാര്, കൗസല്യ, സുമിത്ര അടക്കം മറ്റു ഭാര്യമാരുണ്ട് ദശരഥന്. അവരെല്ലാവരും അജ്ഞരായുള്ള ജനങ്ങളും ഒക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭത്സിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ. ദേഷ്യപ്പെട്ടുകൊണ്ട് വസിഷ്ഠ മഹർഷി തന്റെ എന്താ പറയുക, ആ ഗുരുത്വം പ്രകടിപ്പിച്ചു എന്നർത്ഥം. എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ. നിന്റെ കാര്യം, നിന്റെ പ്രവൃത്തി ഓർക്കുമ്പോ നീ എത്ര കഠോരശീലയാണ്, എത്ര കഠിന ഹൃദയാണ്. ദുഷ്ടേ ദുഷ്ടേ എന്ന് വിളിക്കണം. കലേ എന്ന് വിളിച്ചാലും ദുഷ്ടേ എന്ന് തന്നെയാണ്. രാമൻ വനത്തിന്നു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. രാമൻ മാത്രമല്ലേ വനത്തിൽ പോകാൻ നിനക്ക് വരം മേടിച്ചിട്ടുള്ളൂ. ലക്ഷ്മണന്റെ കാര്യത്തിലോ സീതയുടെ കാര്യത്തിലോ തലയിടാൻ പാടുള്ളതാണോ?
ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം? ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിതയായി വിഭൂഷിതഗാത്രിയായി ദിവ്യാംബരം പുണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടുകെന്നേ വരൂ. അപ്പൊ സീതാദേവി ആ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ചിട്ട് പോകും. ഭർത്താവിനെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് വനത്തിൽ കഴിയും എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഈ ആഭരണങ്ങളൊക്കെ സീത ഇട്ടിട്ട് തന്നെയാ പോകുന്നത്. അതുകൊണ്ടാണ് രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോ ആ പുഷ്പക വിമാനത്തിൽ വെച്ച് പകുതി ആഭരണങ്ങൾ ഊരി ഒരു കിഴിയിൽ കെട്ടിയിട്ട് തുണി കഷ്ണത്തിൽ ഉത്തരീയത്തിലെ കീറി അതിൽ കെട്ടിയിട്ട് കിഷ്കിന്ധയുടെ മുകളിലിട്ടു. അത് സുഗ്രീവനും വാനരന്മാർക്കും കിട്ടിയിട്ട് അവർ എടുത്തു വെച്ചു, രാമനെ കാണിച്ചു കൊടുത്തു അല്ലേ. ബാക്കി കുറച്ച് ആഭരണങ്ങൾ സീതയുടെ ദേഹത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് രാമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹനുമാനോട്. എന്തിന്? അന്വേഷണം ചെയ്ത് പോകുമ്പോൾ സീതയുടെ കയ്യിൽ ഇന്ന ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഇന്നതൊക്കെ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് തൊണ്ടി മുതലായിട്ട്. ബാക്കിയുള്ളതൊക്കെ അവിടെ ദേഹത്തിൽ കാണുന്നതാണ് ഐഡന്റിഫിക്കേഷൻ മാർക്സ്. അവിടെയുള്ള സുന്ദരികളായ സ്ത്രീകളെ കണ്ട ഏതാണ് സീത എന്ന് അറിയണ്ടേ. അപ്പൊ ഇന്ന ആഭരണങ്ങൾ ഒഴികെ ഇന്ന ആഭരണങ്ങൾ മാത്രം സീതയുടെ ദേഹത്തുണ്ടാവും, അത് നോക്കിയിട്ട് സീതയെ ഐഡന്റിഫൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹനുമാൻ സ്വാമി ആ ശിംശപാ വൃക്ഷത്തിന്റെ അവിടെ ചെന്ന് നോക്കുമ്പോഴോ സീത ആഭരണമേ ഇല്ല, കഴുത്തിൽ ഒന്നുമില്ലാതെ ഇരിക്കണം ഒരു തപസ്വിനിയായിട്ട്. എന്താ കാരണം? ആഭരണങ്ങളൊക്കെ ഊരി മരക്കൊമ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. രാമനില്ലാതെ തനിക്കെന്തിന് ആഭരണം എന്ന മട്ടില് ആ മരക്കൊമ്പത്ത് ഇങ്ങനെ ഞാത്തിയിട്ടുണ്ട് ഓരോന്നും. അപ്പൊ ഹനുമാൻ സ്വാമി എണ്ണി നോക്കി രാമൻ പറഞ്ഞതൊക്കെ സീതയുടെ ഏതേത് ആഭരണങ്ങൾ എവിടെ തൂങ്ങണമെന്ന്. നല്ല രസകരമായിട്ടുള്ള അവതരണങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും നമ്മുടെ ഇതിലില്ല, അധ്യാത്മരാമായണത്തിലില്ല, വാൽമീകി രാമായണത്തിലാണ് ഇതൊക്കെ രസകരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നിവിടെ നിർത്താം, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓം എവിടെയാണ് നിർത്തിയത്? അവിടെ നിന്ന് മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. ഊത്തു 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 എന്നുള്ളത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ ഊക്കല്? ഊത്തു എന്ന് പറഞ്ഞാല് തർപ്പണം ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ഊത്തു എന്ന് പറയുന്നത്. സ്നാനം കഴിഞ്ഞാല് തർപ്പണം ചെയ്യണം. ആ തർപ്പണങ്ങൾ അതിനെ ചെയ്തിട്ട് പിന്നെ സന്ധ്യാവന്ദനാദികളും ചെയ്ത് ആശ്രമത്തിൽ വന്ന് വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനൂമത് സ്മരണാത് ഭവേത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ.
ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ തുടരുന്നതായിരിക്കും. 6 മണിക്ക് പ്രസാദം മേടിച്ചിട്ട് പോകും എല്ലാവരും. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും ശുഭരാത്രി.